നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി അനുവദിച്ച 10 കോടി രൂപ നഷ്ടമായത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷം. പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ. പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവം ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ സമാപിച്ചു. ആയിരങ്ങളാണ് ഭഗവാന്റെ ആറാട്ടിനും കൊടിയിറക്കത്തിനുമായി സാക്ഷ്യം വഹിച്ചത്. പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് സമ്പൂർണ്ണമായി നാമാവശേഷമാകില്ല. ഏപ്രിൽ 1 മുതൽ സമീപത്തുള്ള മറ്റൊരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കും. കാട്ടകമ്പൽ പഞ്ചായത്തിൽ ചേർന്ന വ്യാപാരികളുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി അനുവദിച്ച 10 കോടി രൂപ നഷ്ടമായത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷം. പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ. പൂക്കോട് മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി സംഭരണ ടാങ്ക് സമയബന്ധിതമായി നിർമ്മിക്കാൻ കഴിയാത്തതാണ് 10 കോടി രൂപ നഷ്ടപ്പെടാനിടയാക്കിയത്. ഫണ്ട് നഷ്ടപ്പെടാൻ കാരണക്കാരായവർക്ക് നേരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഭരണപക്ഷ കൗൺസിലർമാരും ഇതിനെ ന്യായീകരിച്ചു. ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ലെന്നും വീണ്ടും അപേക്ഷ നൽകുന്ന മുറയ്ക്ക് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നും പ്രതിപക്ഷ കൗൺസിലർ AS മനോജ് പറഞ്ഞു. പദ്ധതി പൂർത്തീകരണത്തിനായി ശ്രമിക്കുമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകി. ഇതിനായി അമൃത മിഷൻ ഡയറക്ടർക്ക് കത്ത് നൽകാനും കൗൺസിൽ തീരുമാനിച്ചു. കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന 5 വാർഡുകളിലെ 2000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന അമൃത് 24x7 പദ്ധതിക്ക് 10.5 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു. അമൃത് ഗാർഹിക കുടിവെള്ള പദ്ധതിയിൽ കൂടുതൽ വീടുകൾക്ക് കണക്ഷൻ നൽകാനും തീരുമാനിച്ചു. നിലവിൽ 4300 പേർക്കാണ് കണക്ഷൻ നൽകിയിട്ടുള്ളത്. അപേക്ഷ നൽകിയിട്ടും കണക്ഷൻ ലഭിക്കാത്ത 1000-ഓളം പേരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കും. ഇതിനായി 1 കോടി രൂപ നഗരസഭ അധികം നൽകാനും കൗൺസിൽ തീരുമാനിച്ചു. ഗുരുവായൂർ നഗരസഭാ കൗൺസിലിൽ സംസാരിക്കണമെങ്കിൽ മൈക്കിന് മുന്നിൽ കൗൺസിലർമാർക്ക് നടുവളയ്ക്കണം. ഇങ്ങനെ പോയാൽ 5 വർഷം കഴിയുമ്പോഴേക്കും കൗൺസിലർമാരുടെ നടുവളയുമെന്ന് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്. 5 കൊല്ലം കഴിഞ്ഞാൽ നട്ടെല്ല് വളഞ്ഞ 46 കൗൺസിലർമാരെ കാണാൻ അവിടെ. കൗൺസിൽ ഹാളിൽ പുതിയതായി സ്ഥാപിച്ച മൈക്ക് സംവിധാനമാണ് കൗൺസിലർമാർക്ക് വലിയൊരു നടുവേദനയായി മാറുന്നത്. നേരത്തെ കൗൺസിൽ ഹാളിൽ കോഡ്ലെസ് മൈക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മൈക്കുകളുടെ എണ്ണക്കുറവും അവയുടെ പ്രവർത്തനത്തിലെ തകരാറും നിരന്തരം പരാതികൾക്കിടയാക്കിയിരുന്നു. ഇതിന് പരിഹാരമായാണ് 46 കൗൺസിലർമാർക്കും ഇരിപ്പിടത്തിൽ തന്നെ പ്രത്യേക മൈക്കുകൾ സ്ഥാപിച്ചത്. എന്നാൽ ഈ മൈക്കുകൾ ഇരുന്ന് സംസാരിക്കാൻ പാകത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൗൺസിൽ മര്യാദയനുസരിച്ച് സംസാരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മൈക്ക് വളരെ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ സംസാരിക്കണമെങ്കിൽ കൗൺസിലർമാർക്ക് നടുവളയ്ക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ മൈക്ക് സെറ്റ് കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കേണ്ട അവസ്ഥയുണ്ട്. ഈ അവസ്ഥ തുടർന്നാൽ 5 വർഷം കഴിയുമ്പോഴേക്കും കൗൺസിലർമാരുടെ നടുവളയും എന്നാണ് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് കൗൺസിൽ യോഗത്തിൽ പരിഹാസത്തോടെ ഉന്നയിച്ചത്. മൈക്ക് സിസ്റ്റം സ്ഥാപിച്ചതിലെ അശാസ്ത്രീയതയാണ് ഈ ബുദ്ധിമുട്ടിന് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൗൺസിലർമാർക്ക് എഴുന്നേറ്റ് നിന്ന് ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കാൻ പാകത്തിൽ മൈക്ക് സംവിധാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹം നഗരസഭയോട് ആവശ്യപ്പെട്ടു. പരിഹരിക്കാമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉറപ്പു നൽകി. മുൻ എംപിയും കോൺഗ്രസ് നേതാവുമായ TN പ്രതാപനെതിരെ തൃശൂർ നഗരമധ്യത്തിൽ പോസ്റ്ററുകൾ. തൃശൂർ പ്രസ് ക്ലബിന്റെ ചുവരിലാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. K കരുണാകരന്റെ കുടുംബത്തെ ചതിച്ച യൂദാസാണ് പ്രതാപനെന്നും പോസ്റ്ററുകളിൽ പറയുന്നു. തൃശൂരിലെ കോൺഗ്രസിനെ തകർക്കുന്ന കാലനാണ് പ്രതാപൻ എന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് പോസ്റ്ററുകളിൽ ഉള്ളത്. ലീഡറുടെ കുടുംബത്തോട് പ്രതാപന് എന്തിനാണ് ഇത്ര പകയെന്നും പത്മജ വേണുഗോപാലിനെ തോൽപ്പിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തുന്നു. K മുരളീധരനെ കൂടെ നിന്ന് കുഴിച്ചുമൂടിയെന്നും പോസ്റ്ററിലെ വരികളിൽ പറയുന്നു. അതേസമയം പോസ്റ്റർ പതിക്കുന്നവരുടെ ദൃശ്യങ്ങൾ സമീപത്തെ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. പഴഞ്ഞി പെങ്ങാമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം 3 പേർക്ക് പരിക്ക്. പുത്തൻപള്ളി സ്വദേശി 21 വയസ്സുള്ള ഗോകുൽ, 24 വയസ്സുള്ള ഗോകുൽ കുമാർ, 48 വയസ്സുള്ള സുധാകരൻ എന്നിവർക്കാണ് പരിക്ക്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടം. ചിറക്കൽ ഭാഗത്തുനിന്ന് പെങ്ങാമുക്ക് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ പെങ്ങാമുക്ക് കള്ളുഷാപ്പിന് സമീപത്തെ തിരിവിൽ കൂട്ടിയിടിക്കുകയായിരുന്നു.
ഇടിയാഘാതത്തിൽ ബൈക്ക് യാത്രികരായ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകരും ചിറക്കൽ EMS ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളും ഭാഗികമായി തകർന്നു. പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് ഏപ്രിൽ 1 മുതൽ സമീപത്തുള്ള മറ്റൊരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കും. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ചേർന്ന വ്യാപാരികളുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. ഏപ്രിൽ 1 മുതൽ പഴഞ്ഞിയിലെ നിലവിലെ അടയ്ക്ക മാർക്കറ്റ് പ്രവർത്തിക്കുന്നതല്ല എന്ന് കാണിച്ച് മാർക്കറ്റ് ഉടമ ചേറു പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നു. മാർക്കറ്റിൽ നോട്ടീസ് പതിക്കുകയും ചെയ്തു. പ്രായമുള്ള തനിക്ക് മാർക്കറ്റ് നടത്തിക്കൊണ്ടുപോകുവാൻ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാർക്കറ്റ് നിർത്താൻ തയ്യാറാകുന്നത്. അപേക്ഷ ലഭിച്ച ഉടനെ മാർക്കറ്റിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ പഞ്ചായത്ത് തയ്യാറാണെന്ന് പ്രസിഡന്റ് കെ ജയശങ്കർ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം ഒന്നിനും അനുവദിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് മാർക്കറ്റ് ഉടമ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറായത്. ഇതിനെ തുടർന്നാണ് നിലവിലെ മാർക്കറ്റിലെ കച്ചവടക്കാരുടെ നേതൃത്വത്തിൽ മാർക്കറ്റ് നടത്തിക്കൊണ്ടുപോകാനാകുമോ എന്ന ആലോചനയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടക്കം കുറിച്ചത്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ കച്ചവടം നടത്തിയിരുന്ന പഴഞ്ഞി ചീരൻ വീട്ടിൽ ശ്യാമു, അദ്ദേഹത്തിന്റെ മകൻ എൽഡു ചീരൻ എന്നിവർ മുന്നോട്ട് വന്നു. തിങ്കളാഴ്ച പഞ്ചായത്തിലെത്തിയ ഇവർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ, സെക്രട്ടറി പി ശ്രീജിത്ത് എന്നിവരുമായും മറ്റ് ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് മാർക്കറ്റ് നടത്തുവാൻ തീരുമാനമായത്. പഴഞ്ഞിയുടെ പേര് നിലനിർത്തുവാനും മാർക്കറ്റിലെ തൊഴിലാളികളുടെ ജോലി ഉറപ്പുവരുത്തുവാനും അടയ്ക്ക കർഷകരുടെ ആശങ്ക മാറ്റുവാനും തുടങ്ങാൻ പോകുന്ന മാർക്കറ്റിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുവാൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് കെ ജയശങ്കർ അറിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി അയ്യപ്പ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാക്ക്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളായ NK ചന്ദ്രാവതി, സ്വീറ്റി ഷാജു, ജിൻസി സജു, മോനിഷ രജീഷ്, അഞ്ജു സുധീഷ്, TS മണികണ്ഠൻ, KH സാദിഖ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. കടവല്ലൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്ക്. കരിക്കാട് സ്വദേശികളായ ഷെഫീഖ്, ഷജീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 7:45 കടവല്ലൂർ പാടത്തിന് സമീപത്തായിരുന്നു അപകടം. ഇടിയാഘാതത്തിൽ നിയന്ത്രണം വിട്ട മാരുതി നെക്സ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി റോഡിൽ തലകീഴായി മറിഞ്ഞു. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ പോയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. കാറിലുണ്ടായിരുന്ന ഷെഫീഖിനെയും ഷജീറിനെയും ഉടൻ തന്നെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നിർത്താതെ പോയ ലോറിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം നഗരസഭയുടെ കീഴിലുള്ള വ്യാപാര സമുച്ചയങ്ങളുടെ വാടക വർദ്ധിപ്പിക്കാനും കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. നഗരസഭ ബൈലോ അനുസരിച്ച് കെട്ടിടങ്ങളുടെ ലൈസൻസ് ഫീസിൽ 5% വർധനവാണ് വരുത്തിയിരിക്കുന്നത്. നായനാർ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ്, കരുണാകരൻ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവിടങ്ങളിലെ വ്യാപാരികളെ നിലവിൽ ഈ വർധനവിൽ നിന്നും ഒഴിവാക്കി. അടുത്ത വർഷം മുതൽ കൃത്യമായ പഠനങ്ങൾ നടത്തിയ ശേഷം മാത്രമേ നികുതി പരിഷ്കരണം നടപ്പിലാക്കൂ എന്ന് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് വ്യക്തമാക്കി. വാടക വർദ്ധിപ്പിക്കുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം കൗൺസിലർമാർ യോഗത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. പുനരധിവാസ പദ്ധതികൾ നഗരവികസനത്തിന്റെ ഭാഗമായി പ്രയാസമനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് കൈത്താങ്ങാകുന്ന തീരുമാനങ്ങളും കൗൺസിൽ യോഗത്തിൽ സ്വീകരിച്ചു. താലൂക്ക് ആസ്ഥാന മന്ദിര നിർമ്മാണത്തിനായി കുറുക്കൻപാറയിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ട ശില്പികൾക്കായി 7 സെന്റ് സ്ഥലം അനുവദിച്ചു. ഇവർക്ക് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാൻ ഷെഡ് നിർമ്മിച്ചു നൽകാനും യോഗത്തിൽ തീരുമാനമായി. നഗരത്തിൽ നിന്നും മാറ്റി പാർപ്പിക്കപ്പെട്ട 9 കുടുംബങ്ങളുടെ പുനരധിവാസവും പട്ടയ വിതരണവും വേഗത്തിലാക്കും. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചു വരികയാണെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അറിയിച്ചു. കുടുംബശ്രീ CDS സമിതിയിൽ 5 വനിതാ കൗൺസിലർമാരെ വീതം ഉൾപ്പെടുത്തി പ്രാതിനിധ്യം ഉറപ്പാക്കുവാനും നഗരത്തിലെ പ്രവർത്തനരഹിതമായ CCTV ക്യാമറകൾ അടിയന്തരമായി നന്നാക്കാൻ കരാറുകാരുമായി ധാരണയിൽ എത്തുന്നതിനും തീരുമാനമായി. T സോമശേഖരൻ, ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. പാതിവഴിയിൽ നിലച്ചുപോയ തിപ്പലശ്ശേരി പള്ളിക്കുളം റോഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. നിർമ്മാണ പുരോഗതി സ്ഥലം MLA AC മൊയ്തീൻ സന്ദർശിച്ചു. കടവല്ലൂർ, കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹമടക്കം നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു. 4 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയെങ്കിലും കലുങ്കുകളുടെ പണി മാത്രമാണ് നടന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ 2 കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ പണി തുടങ്ങിയ സമയത്ത് ജൽജീവൽ പദ്ധതി ജോലികളും ഇതിനായി പൊളിച്ച റോഡ് റീസ്റ്റോർ ചെയ്യാതിരുന്നതുമാണ് നിർമ്മാണം വൈകാൻ കാരണമായി പറയുന്നത്. BMDC നിലവാരത്തിൽ പണിയുന്ന റോഡ് എത്രയും വേഗം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാൻ ശ്രമിക്കുമെന്ന് MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൈജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവം ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ സമാപിച്ചു. ആയിരങ്ങളാണ് ഭഗവാന്റെ ആറാട്ടിനും കൊടിയിറക്കത്തിനും സാക്ഷ്യം വഹിച്ചത്.
ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിലേക്ക് ചൈതന്യം ആവാഹിച്ചെഴുന്നള്ളിച്ച് കൊടിമരത്തിന് സമീപം സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ വെച്ചതിനു ശേഷം ശാന്തിയേറ്റ് കീഴ്ശാന്തി തിരുവാലൂർ അജിത് നമ്പൂതിരി ദീപാരാധന നടത്തി. തുടർന്ന് ഭഗവാൻ യാത്രാബലിക്കായി പുറപ്പെട്ടു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്കത്തിടമ്പും സ്വർണ്ണക്കോലവും കൊമ്പൻ ദാമോദർദാസ് ശിരസിലേറ്റി. ശാന്തിയേറ്റ് കീഴ്ശാന്തി അജിത് നമ്പൂതിരി ദാമോദർദാസിന്റെ പുറത്ത് സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു. സിദ്ധാർത്ഥൻ, രവികൃഷ്ണൻ, ഗോപികൃഷ്ണൻ, അക്ഷയകൃഷ്ണൻ എന്നിവർ കൂട്ടാനകളായി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് യാത്രാബലിക്ക് ഹവിസ്തൂവി മുന്നിൽ നടന്നു. പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവാന് വാളും പരിചയുമേന്തിയ കൃഷ്ണനാട്ടം കലാകാരന്മാർ ചോറ്റാനിക്കര വിജയൻ, കുനിശ്ശേരി അനിയന്മാരാർ, പരക്കാട് തങ്കപ്പന്മാരാർ, ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, ബ്രാഹ്മണ സമൂഹത്തിന്റെ ഭജന എന്നിവ അകമ്പടിയായി. ഭക്തർ നിറപറയും നിലവിളക്കുമായി ഗുരുവായൂരപ്പനെ വരവേറ്റു. എഴുന്നള്ളിപ്പ് വടക്കേനടയിൽ എത്തിയതോടെ പഞ്ചവാദ്യം അവസാനിച്ച് മേളം ആരംഭിച്ചു. തുടർന്ന് അത്താണിക്ക് സമീപം സങ്കടനിവൃത്തി ചടങ്ങ് നടത്തിയ ശേഷം ഭഗവാൻ ഭഗവതിക്കെട്ടിലൂടെ ആറാട്ടുകടവിലെത്തി. ആറാട്ടുകടവിൽ മഞ്ഞൾപ്പൊടി, ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്തു. പുണ്യനദികളെ രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിച്ച് തന്ത്രി, ഓദിക്കന്മാർ, കീഴ്ശാന്തിക്കാർ എന്നിവർ ഭഗവാനോടൊപ്പം സ്നാനം ചെയ്തു. തുടർന്ന് ഭക്തർ ആറാട്ട് കുളിച്ചു. ആറാട്ടിന് ശേഷം ഭഗവതിക്കെട്ടിലെ വാതിൽമാടത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ പിടിയാന ദേവിയുടെ പുറത്ത് 11 ഓട്ടപ്രദക്ഷിണം നടത്തി. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിയിറക്കിയതോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സെൻട്രൽ GST റേഞ്ച് ഓഫീസും കസ്റ്റംസ് പ്രിവന്റീവ് യൂണിറ്റും ചേർന്ന് നടത്തിയ വൈദ്യുതാലങ്കാരം അസിസ്റ്റന്റ് കമ്മീഷണർ ശശിധരൻ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്വിച്ച് ഓണും നിർവഹിച്ചു. പടിഞ്ഞാറേ നടയിലെ ഓഫീസ് കെട്ടിടമാണ് വൈദ്യുതാലങ്കാരം നടത്തിയത്. മികച്ച അലങ്കാരം നടത്തിയ സർക്കാർ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ 2ാം സ്ഥാനവും സ്വന്തമാക്കി. മികച്ച മാതൃകാ രൂപത്തിന് ദേവസ്വത്തിന്റെ പ്രത്യേക ഉപഹാരവും ലഭിച്ചു. കസ്റ്റംസ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ CA തോമസ്, സെൻട്രൽ GST തൃശൂർ ഡിവിഷൻ സൂപ്രണ്ട് MD കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി യുദ്ധത്തിനെതിരെ ജനമനസാക്ഷി ഉണർത്താൻ സിഗ്നേച്ചർ ക്യാമ്പയിനുമായി കുന്നംകുളം നഗരസഭയിലെ കുടുംബശ്രീ പ്രവർത്തകർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിൻ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CDS1 ചെയർപേഴ്സൺ ഷൈനി അജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, ആർഷ ജിജു, നഗരസഭാ സെക്രട്ടറി KK മനോജ്, CDS2 ചെയർപേഴ്സൺ KU ആനി, CDS മെമ്പർമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി പേർ തങ്ങളുടെ ഒപ്പിലൂടെ യുദ്ധവിരുദ്ധ സന്ദേശം പകരുന്ന ക്യാമ്പയിനിൽ പങ്കാളികളായി. പുന്നൂർ പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്ത് കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി നിലവിലെ UDF ഭരണസമിതി ഉപേക്ഷിച്ചു. പകരം പകൽ വീട് നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. ഇതോടെ ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ വിജയിച്ച സന്തോഷം പങ്കുവച്ച് നാലകത്ത് ഷമീറ. പഞ്ചവടിയിലെ സ്വകാര്യ അക്വേറിയം ഉടമ പഞ്ചായത്തിന് നൽകിയ 4 സെന്റ് ഭൂമിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി എന്ന പേരിൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതി തുടക്കം കുറിച്ചിരുന്നു. ഇവിടെ കെട്ടിട നിർമ്മാണത്തിനായി എടുത്ത വലിയ കുഴി പുതിയ ഭരണസമിതി കഴിഞ്ഞ ദിവസം മണ്ണിട്ട് മൂടി. ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. എന്നാൽ ദേശീയപാതയോരത്ത് നിർമ്മിക്കുന്നതിനു പകരം പഞ്ചവടിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ ബീച്ച് റോഡിൽ സ്വകാര്യ അക്വേറിയത്തിന് സമീപം എതിർപ്പിനെ വകവയ്ക്കാതെ നിർമ്മിക്കാനാണ് മുൻ പഞ്ചായത്ത് തീരുമാനിച്ചതും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതും. എന്നാൽ അക്വേറിയത്തിന് ഉപയോഗപ്പെടുത്താനാണ് 50 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നത് എന്ന ആക്ഷേപം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ടേക്ക് എ ബ്രേക്കിനായി 4 സെന്റ് ഭൂമി അക്വേറിയം ഉടമകൾ സൗജന്യമായി നൽകിയെന്നാണ് ഇതിനു കാരണം പറഞ്ഞത്. കൂടാതെ തന്റെ വീടിനും ശുദ്ധജല സ്രോതസ്സിനും ഭീഷണിയാണ് എന്നാരോപിച്ച് സമീപവാസിയായ യുവതിയും കോടതിയെ സമീപിച്ചു. കെട്ടിടത്തിലെ 20ഓളം ശുചിമുറികളും സെപ്റ്റിക് ടാങ്കും 2 തവണ നിർമ്മാണം ആരംഭിക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചെങ്കിലും യുവതിയുടെയും UDFന്റെയും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറേണ്ടി വന്നു. സ്വകാര്യ സ്ഥാപനത്തിനു വേണ്ടി 1/2 കോടി രൂപ ചെലവിടാനുള്ള നീക്കം എതിർക്കപ്പെടേണ്ടതാണെന്നും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്നും പുതിയ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നു. ഈ സ്ഥലത്ത് പകൽ വീട് നിർമ്മാണത്തിന് അവസരമൊരുക്കുമെന്നും ഇതിനായി ആദ്യഘട്ടമായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്കിന് വേറെ സ്ഥലം കണ്ടെത്തി നിർമ്മിക്കാനുള്ള തീരുമാനവും വന്നതോടെ ആശ്വാസത്തിലായത് ഷമീറയാണ്. 2 വർഷത്തെ ശക്തമായ നിയമ പോരാട്ടത്തിൽ അക്വേറിയത്തിലുണ്ടായിരുന്ന ജോലി പോയെങ്കിലും ടേക്ക് എ ബ്രേക്ക് നിർമ്മാണം തടയാൻ കഴിഞ്ഞതിൽ വിജയം കണ്ടെത്തിയ സന്തോഷവും ഷമീറ പങ്കുവച്ചു. ദൂരം വേണമെന്നുള്ളതുണ്ട്. ഡിഫറൻസ് പോലും ഇല്ലാണ്ട് ഈ കുടിവെള്ളത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ എതിർപ്പ് ഉണ്ടാക്കി പ്രശ്നങ്ങളായി അങ്ങനെ അന്ന് മടങ്ങിപ്പോയി. താൽക്കാലിക സ്റ്റേ വെച്ചു. SH പ്രതാപ് സാറായിരുന്നു.
ആള് പറഞ്ഞു ഇത് താൽക്കാലികം ഞാൻ സ്റ്റേ ചെയ്യണ്, ഇത് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് പണിയാണെങ്കിൽ പണിയാം, പക്ഷെ അതിന് ഇവര് പ്രക്ഷോഭമായിട്ട് വരുന്നത് കൊണ്ട് നടക്കില്ല പറഞ്ഞു. അങ്ങനെ വെച്ച് പോയി. പിന്നീട് അവർ പല പ്രാവശ്യം വന്നു, നമ്മളത് തടുക്കണ്ടായി. ഇപ്പൊ അത് ഞങ്ങളെ വാർഡ് മെമ്പർ ഷാനിക്ക് ജയിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഭരണസമിതി ഇത് ക്യാൻസൽ ചെയ്തു. കാരണം അവർക്ക് അത് ന്യായമായിട്ട് തോന്നി, പക്ഷെ പ്രസിഡന്റിന് അതൊരു പണിയണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അതിൽ നഷ്ടപ്പെട്ടപ്പോ ഞാനും അറിയാൻ അക്കൗണ്ടിൽ ജോലി ഉണ്ടായിരുന്നു, ആ ജോലി പിന്നെ തന്നില്ല. തെക്കേ പുന്നയൂരിൽ ഓലമേഞ്ഞ വീടിനെ തീപിടിച്ചു. വടക്കത്തറയിൽ മണികണ്ഠന്റെ വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. മണികണ്ഠനും ഭാര്യയും 2 കുട്ടികളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. എന്നാൽ സംഭവ സമയം വീട്ടിൽ ആരും ഉണ്ടാവാതിരുന്നത് ആളപായം ഒഴിവാക്കി. നാട്ടുകാർ വിമർശനത്തെ തുടർന്ന് ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളെത്തി നിയന്ത്രണ വിധേയമാക്കി. വീട്ടുപകരണങ്ങളെല്ലാം കത്തി നശിച്ചു. 1 മാസം മുൻപാണ് പുതിയ ഓല ഉപയോഗിച്ച് വീട് മേഞ്ഞത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചാവക്കാട് മണത്തല ബേബി റോഡിൽ ആക്രിക്കടയിൽ തീപിടുത്തം. ബേബി റോഡ് കണ്ടരാശ്ശേരി സിജിന്റെ ആക്രിക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. തൊട്ടടുത്ത വീടിനും ഇതുവഴി പോകുന്ന കേരള വിഷന്റെ കീഴിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. ആക്രിക്കടയിലെ സൂക്ഷിച്ചിരുന്ന സാമഗ്രികളിൽ നിന്ന് തീപിടുത്തം ഉണ്ടാവുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ചാവക്കാട് വെറ്റിനറി ആശുപത്രിക്ക് പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജുഷ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P. യതീന്ദ്രദാസ്, ലിഷ മണക്കോട്, KH സലാം, KP രഞ്ജിത് കുമാർ, മുൻ ചെയർപേഴ്സണും കൗൺസിലറുമായ ഷീജ പ്രശാന്ത്, സനൂപ് TS എന്നിവർ സംസാരിച്ചു. സീനിയർ വെറ്റിനറി സർജൻ ഷർമിള G നന്ദി പറഞ്ഞു. ജനപ്രതിനിധികൾ, കർഷകർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മസേനയുടെ MCF-ലേക്കുള്ള കൺവെയർ ബെൽറ്റ് പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. നമ്പഴിക്കാടുള്ള MCF-ൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് കൺവെയർ ബെൽറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VK ദാസൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, CDS ചെയർപേഴ്സൺ വിജിത മഞ്ജുനു, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മുൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ കുന്നംകുളത്ത് സാഹോദര്യത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഒത്തുചേർന്നപ്പോൾ നഗരത്തിന്റെ പൈതൃകമായ ഒത്തൊരുമയുടെ വിളംബരമായി സംഗമം മാറി. അതിന്റെ ഒരു ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇഫ്താർ വിരുന്നും സംഘടിപ്പിക്കാൻ സംഘടന മുന്നോട്ട് വന്നത്. നമ്മൾ പല വ്യത്യസ്ത ചിന്താഗതിക്കാരും വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകളും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരുമായ ആളുകളാണ് പൊതുസമൂഹത്തിലുള്ള ഭൂരിപക്ഷം ആളുകൾ. ഒരു പ്രത്യേക സമയങ്ങളിലൊക്കെ അവരെല്ലാം ഒരുമിച്ച് ഇരുത്താൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം കഴിക്കുന്നതല്ല, മറിച്ച് വലിയ ജീവികൾക്കിടയിലും നമുക്കിടയിലുള്ള ആഴത്തിലുള്ള സാഹോദര്യം അത് ആഘോഷിക്കാനാണ്.
കുന്നംകുളം എക്കാലത്തും ലോകത്തിന് മാതൃകയായിട്ടുള്ളത് ഇത്തരം സുദൃഢമായ ബന്ധങ്ങളിലൂടെയാണ്. അങ്ങാടിയിൽ ചേർക്കുന്ന പള്ളിയും അമ്പലവും ചർച്ചും ഒരേ താളത്തിൽ സ്പന്ദിക്കുന്ന ഈ നാട്ടിൽ വിശ്വാസങ്ങൾ വ്യത്യസ്തമാകുമ്പോഴും നമ്മുടെ ലക്ഷ്യം ഒന്നാണെന്ന് ഷെയർ ആൻഡ് കെയർ പോലുള്ള കൂട്ടായ്മകൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു. ഷെയർ ആൻഡ് കെയർ പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, കുന്നംകുളം ടൗൺ സുന്നി ജുമാ മസ്ജിദ് ഖത്തീബ് നിസാർ വാഫി, വടുതല ബദ്രിയ ജുമാ മസ്ജിദ് ഖത്തീബ് കമാലി സുബൈർ അൻവരി, ആര്യമഹർഷി, കാണിപ്പയൂർ കുടുംബാംഗങ്ങളായ നാരായണൻ നമ്പൂതിരിപ്പാട്, കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ജയശങ്കർ, AM നിതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്തൻ മാസ്റ്റർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ്, CPI സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത്, RMP ജില്ലാ ട്രഷറർ KA സോമൻ, സംസ്ഥാന മുന്നോക്ക കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, തൃശൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ, കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, അമല ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, ബദനി ഗ്രൂപ്പ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI, പ്രവാസി വ്യവസായി ഷാജു സൈമൺ ചീരൻ എന്നിവർ പങ്കെടുത്തു. നിരവധി വ്യാപാരി പ്രമുഖരും വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും സാമൂഹിക പ്രവർത്തകരും ഈ സ്നേഹവിരുന്നിന്റെ ഭാഗമായി. സ്നേഹം കൊണ്ട് കൃത്യമായ ഒഴുക്ക് സ്ഥാപിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ സ്നേഹമയത്തെയും സൗഹൃദമയത്തെയും സ്മരിപ്പിക്കുകയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ചടങ്ങിൻ്റെ പുനഃസൃഷ്ടിയാണ് കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും നമുക്ക് ഇവിടെ സംഗമിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ നന്മ ഭൂമിയുള്ള കാലത്തോളം പ്രകൃതിയുടെ സൗന്ദര്യം പോലെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും എന്ന് പ്രതീക്ഷിക്കുകയും എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. കുടിവെള്ളം, കൃഷി, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി അവതരിപ്പിച്ചു. 50,31,64,723 രൂപ വരവും 49,80,53,963 രൂപ ചെലവും 51,10,1760 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ ബജറ്റ് രേഖ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രാജീവ് സോമൻ, VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ K സതീഷ് കുമാർ, TA ആഷിഖ്, KV ഷൈബു, K ഗോവിന്ദൻകുട്ടി, NK കബീർ, ഷാജി വർഗീസ്, ഫ്രിജോ വടക്കൂട്ട്, MB വിജീഷ്, നീതു പ്രകാശ്, ഷീജ ആനന്ദൻ, മീന സലമോൻ, ആനി ടീച്ചർ, MR സജിത, റിജി ജോർജ് എന്നിവർ സംസാരിച്ചു. കുറ്റാന്വേഷണ രംഗത്തെ അസാമാന്യ മികവിന് സംസ്ഥാന പോലീസ് മേധാവി നൽകുന്ന ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം 5ാം തവണയും കരസ്ഥമാക്കി സബ് ഇൻസ്പെക്ടർ P രാഗേഷ്. നിലവിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള നാർക്കോട്ടിക് വിഭാഗം സബ് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് ഇദ്ദേഹം. കരിയറിലൂടെ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള രാഗേഷിനെ തേടി ഇതിനോടകം നിരവധി ഉന്നത പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. 2020 രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ, 2010 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ, ഔദ്യോഗിക ജീവിതത്തിൽ 300-ലധികം ഗുഡ് സർവീസ് എൻട്രികളും സ്വന്തമാക്കിയിട്ടുണ്ട്. കുന്നംകുളം ആനായ്ക്കൽ സ്വദേശിയായ രാഗേഷ് കൃത്യനിഷ്ഠയും മികവുറ്റ അന്വേഷണ രീതികളും കൊണ്ട് സേനയിൽ ഇതിനോടകം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സരിതയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ശ്രീരാഗ്, അനുരാഗ് എന്നിവർ മക്കളാണ്. ഫൈറ്റേഴ്സ് കടലാമ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് യാത്രയാക്കി. 96 കടലാമ കുഞ്ഞുങ്ങളെയാണ് കടപ്പുറം ഫൈറ്റേഴ്സ് തീരദേശത്ത് നിന്നും കടലിലേക്ക് യാത്രയാക്കിയത്. സജിനാലുങ്ങൽ, സത്യൻ KS, വിപിൻ RV, നസീർ, സനിൽ AC എന്നിവരുടെ നേതൃത്വത്തിൽ ഈ വർഷം 16 ആമകളുടെ മുട്ടകളാണ് സംരക്ഷിച്ചത്. ഒലിവ് റെഡ്ഡി വിഭാഗത്തിൽപ്പെട്ട ഓരോ ആമയും 100-നും 150-നും ഇടയിൽ മുട്ടയിടാറുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ച് 45 മുതൽ 60 ദിവസമാണ് മുട്ട വിരിഞ്ഞിറങ്ങാൻ വേണ്ട സമയം. ധാരാളം വിദേശികളും ഈ ആമക്കൂട് കാണുവാനായി എത്തിയിരുന്നു. കൃഷി ഓഫീസർ അനഘ ഉണ്ണികൃഷ്ണൻ, പൊതുപ്രവർത്തകരായ അൻമോൻ മോത്തി, KA ജയതിലകൻ, ബാബു ചക്കര, കടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് നിമ്മി എന്നിവർ പങ്കെടുത്തു.
ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ ഓട്ടോണമസ് കോളേജിൽ മെറിറ്റ് റൈസ് സംഘടിപ്പിച്ചു. റാങ്ക് ജേതാക്കൾക്കും PhD നേടിയവർക്കും ദേശീയതല കായിക വിജയികൾക്കും അന്തർദേശീയ തലത്തിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച അധ്യാപകർക്കും ആദരം നൽകുവാനായി സംഘടിപ്പിച്ച മെറിറ്റ് ഡേ ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അക്കാദമിക് ഡയറക്ടർ ഫാദർ ജോസ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. മാനേജർ സിസ്റ്റർ ഫോൺസി മരിയ അധ്യക്ഷയായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച എൽഡർ ലിറ്റിൽ ഫ്ലവേറിയൻ ഹോപ്പ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. മലയാള വിഭാഗം റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മോളി ജോസഫ് മാമ്പിള്ളിയെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെ ബിൻസി, PTA വൈസ് പ്രസിഡന്റ് ജിഷോ എസ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കഴിഞ്ഞ 7 ദിവസമായി നടന്നുവരുന്ന ഉത്സവാഘോഷത്തിന് ബുധനാഴ്ച സമാപനമാകും. 8ാം വിളക്ക് ദിവസത്തിൽ ആറാട്ടോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാവുക. മാർച്ച് 4 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ ഉത്സവ ചടങ്ങുകൾ നടന്നത്. 1ാം ദിനത്തിൽ കലവറ നിറയ്ക്കലിന്റെ ഉദ്ഘാടനത്തോടെയാണ് ഉത്സവാഘോഷത്തിന് തുടക്കമായത്. വൈകിട്ട് 6:15 ദീപാരാധനയ്ക്ക് ശേഷം കൂറയും പവിത്രം കൊടുക്കലും മുളയിടൽ തുടങ്ങിയ ചടങ്ങുകളോടെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. 2ാം വിളക്ക് ദിവസം മുതൽ ക്ഷേത്രത്തിൽ ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ഉഷപൂജ, ശീവേലി, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ദീപാരാധന, തായമ്പക എന്നിവയുണ്ടായി. 2ാം വിളക്ക് മുതൽ 7ാം വിളക്ക് വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ രാവിലെ പ്രഭാതഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദഊട്ടും വൈകിട്ട് ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. ആറാട്ട് ദിവസമായ ബുധനാഴ്ച രാവിലെ പ്രഭാതഭക്ഷണവും 10:30 മുതൽ 12:30 വരെ പ്രസാദഊട്ടും ഉണ്ടായിരിക്കും. ദിവസവും വൈകിട്ട് 6 മണി മുതൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഉത്സവത്തിന്റെ 7ാം വിളക്ക് ദിവസമായ ചൊവ്വാഴ്ച രാത്രി 7:30 ദേശവലത്തിനുള്ള പുറപ്പാടും രാത്രി 12:30 വേട്ടവിളി, പള്ളിവേട്ട എന്നിവയും പുലർച്ചെ 1 മണിക്ക് പള്ളിക്കുറുപ്പും നടക്കും. ആറാട്ട് ദിവസം രാവിലെ 6 പള്ളിക്കുറുപ്പ് ഉണർത്തലും തുടർന്ന് മുളയെടുക്കലും കാഴ്ചശീവേലിയും ഉണ്ടാകും. ഉച്ചയ്ക്ക് മേലേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പൂരം പുറപ്പാട് ആരംഭിക്കും. 3 മണിക്ക് മേളവും പന്നിശ്ശേരി, ആളൂർ ദേശങ്ങളിൽ നിന്നുള്ള പൂരവരവ് നടക്കും. വൈകിട്ട് 6 നാടൻ കലാരൂപങ്ങളും കാളകളി, തെയ്യം, കാവടിയാട്ടം എന്നീ കലാരൂപങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തി സമാപിക്കും. 7:15 ആറാട്ടുകുളി ചടങ്ങുകളും 8 മണിക്ക് പഞ്ചവാദ്യവും അരങ്ങേറും. 10:30 കൊടിയിറക്കത്തോടെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഉത്സവാഘോഷത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. 2ാം വിളക്ക് ദിവസമായ മാർച്ച് 5 മുതൽ ആരംഭിച്ച പ്രസാദഊട്ടിൽ ഇതുവരെ 1000-ലേറെ പേരാണ് പങ്കെടുത്തത്. ക്ഷേത്രോത്സവം നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദഊട്ടും വൈകിട്ട് ലഘുഭക്ഷണവുമാണ് ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തിരുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തവും രുചികരവുമായ ഭക്ഷണമാണ് വിളമ്പുന്നത്. 1ാം വിളക്കിനോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങിന് ആരംഭം കുറിച്ചിരുന്നു. തട്ടകത്തെ ഭക്തജനങ്ങൾ വഴിപാടായി നൽകിയ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഓരോ ദിവസവും പ്രഭാത ഭക്ഷണത്തിനും പ്രസാദഊട്ടിനും വൈകിട്ടുള്ള ലഘുഭക്ഷണത്തിനും 100 കണക്കിന് ഭക്തജനങ്ങളാണ് ഊട്ടുശാലയിൽ എത്തിയിരുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർ, ക്ഷേത്രപരിസരത്തെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ഭക്ഷണം കഴിക്കാൻ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദഊട്ടിനെത്തുന്നുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ തട്ടകത്തെ വീടുകളിൽ നിന്നും ജാതിഭേദമില്ലാതെയാണ് ആളുകൾ ഭക്ഷണം കഴിക്കാനെത്തുന്നത്. പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെയാണ് ഭക്തജനങ്ങൾ മടങ്ങുന്നത്. ചാവക്കാട് HMC ഓട്ടോ പാർക്കിലെ ഡ്രൈവർമാരും പ്രവാസി കൂട്ടായ്മയും സംയുക്തമായി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. പാലയൂർ ജലാലിയ മസ്ജിദിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ നിരവധി പേർ പങ്കെടുത്തു. ഖത്തീബ് ഉസ്താദ് നൌഷാദ് സുഹരി പ്രാർത്ഥന നിർവഹിച്ചു. ഓട്ടോ ഡ്രൈവർമാർ നേതൃത്വം നൽകി. പെങ്ങമുക്ക് വാക്കാട്ട് മഠത്തിലെ പറമ്പിൽ വലിയ മലമ്പാമ്പിനെ കണ്ടത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്കായി ഇറങ്ങിയപ്പോഴാണ് ചപ്പുചവറുകൾക്കിടയിൽ പതുങ്ങിക്കിടക്കുന്ന നിലയിൽ പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വാർഡംഗം സദാനന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെങ്കിലും പാമ്പ് പിടുത്തക്കാരെ നേരിട്ട് വിളിക്കാനുള്ള നിർദ്ദേശമാണ് ലഭിച്ചത്. എന്നാൽ ആരെയും പിന്നീട് ലഭ്യമായില്ല. ഇതിനിടയിൽ പാമ്പ് സമീപത്തെ പൊന്തക്കാട്ടിലേക്ക് ഇഴഞ്ഞുപോയി. ജനവാസ മേഖലയിൽ പാമ്പിനെ കണ്ടത് മേഖലയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. 2 ദിവസം മുൻപ് കരിച്ചാലക്കടവ് കുരിശുപള്ളിയുടെ പിൻവശത്തും മലമ്പാമ്പിനെ കണ്ടിരുന്നു. ഇതിനെയും പിടികൂടുവാനായി സാധിച്ചിട്ടില്ല. പുന്നൂർക്കുളം സർവീസ് സഹകരണ ബാങ്ക് മൈ ബാങ്ക് മൊബൈൽ ആപ്പ്, നെറ്റ് ബാങ്കിംഗ് ആൻഡ് ATMന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് P. ഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് P. ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നങ്കാട്ടയിൽ, DCC സെക്രട്ടറി PM. അലാവുദ്ദീൻ,
പ്രവീൺ പ്രസാദ്, മലബാർ കോപ്പറേറ്റീവ് IT സൊസൈറ്റി സെക്രട്ടറി KA ജെയ്സൺ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി AK സതീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ ഭാസ്കരൻ കൊട്ടേപ്പാട്ട്, മുഹമ്മദ് അലി കോറത്തയിൽ, KP ധർമ്മൻ, യശോധര മോഹനചന്ദ്രൻ, ടിപ്പു സുൽത്താൻ, TK കബീർ, AD പ്രിയേഷ്, അനീഷ നസീർ, മൂസ ആലത്തിയിൽ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും എളുപ്പത്തിൽ ഇടപാടുകാർക്ക് ബാങ്കിംഗ് സേവനം ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പുതിയ സംവിധാനം ഒരുക്കിയത്. പരൂർ കാരുണ്യം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും നടത്തിവരുന്ന സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കുടുംബസംഗമവും നടത്തി. ചടങ്ങിൽ അർഹതപ്പെട്ടവർക്കുള്ള കിറ്റ് വിതരണവും ഉണ്ടായി. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടത്തിയ ചടങ്ങിൽ കാരുണ്യം ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷനായി. സൈക്കോളജിസ്റ്റ് നുസ്രത്ത് മാനസികാരോഗ്യവും സന്തോഷകരമായ ജീവിതം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. സാമൂഹിക പ്രവർത്തക നസി ഫൈസൽ, കാരുണ്യം വൈസ് ചെയർമാൻ ഷെറീഫ് പണ്ടോത്തയിൽ, വനിതാ വിംഗ് അധ്യക്ഷ സഫിയ കുഞ്ഞുമുഹമ്മദ്, മനാഫ് വീട്ടിലവളപ്പിൽ, സ്റ്റാഫ് മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഹോമിയോ മെഡിക്കൽ ക്യാമ്പിൽ ഹോമിയോ ഡോക്ടർ ജമാലുദ്ദീന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ മിസറിയ, ഷമീമ എന്നിവർ രോഗികളെ പരിശോധിച്ചു. 100-ലധികം പേർക്ക് എല്ലാ മാസവും പരിശോധനയും മരുന്നും തികച്ചും സൗജന്യമായാണ് നൽകി വരുന്നത്. മരുന്ന് വിതരണത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, ഷെറീഫ് എന്നിവർ നേതൃത്വം നൽകി. അർഹതപ്പെട്ടവർക്കുള്ള പെരുന്നാൾ കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കടപ്പുറം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാതരം സംഘടിപ്പിച്ചു. കടപ്പുറം പഞ്ചായത്തിൽ വിവിധ മേഖലകളിലായി കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു. കടപ്പുറം പഞ്ചായത്ത് BKC തങ്ങൾ സ്മാരക പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീഷ്മ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS ശ്രീകുമാർ വനിതാദിന സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ V ഉമ്മർ ഹാജി, സുമിന അജ്മൽ, നജില നജീബ്, റാഹില വഹാബ്, CS രമണൻ, ഷജീറ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അമൽജിത്ത് NS, CDS ചെയർപേഴ്സൺ പ്രീതി ശ്രീനിവാസൻ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ TH ശാലിനി, ബീന സജീവ്, ജസ്നി PM, പ്രീത PB, ഷീന എന്നിവർ സംസാരിച്ചു. ആകാശവാണി സിനിമ പിന്നണി ഗായിക ലൈല റസാക്ക്, ഫ്ലവേഴ്സ് ചാനൽ മ്യൂസിക്കൽ വൈഫ് താരം അർഷിത നിഷാഖ്, കുടുംബശ്രീ സംരംഭക പോണത്ത് BV, സിവിൽ പോലീസ് ഓഫീസർ അഫ്ര യൂസഫ്, നവദീപം ഫ്ലവർ മിൽ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV ദിലീപ് കുമാർ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് മെമ്പർ റംല ഹമീദ് നന്ദിയും പറഞ്ഞു. ഹിന്ദു ഏകതാ സമിതി പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകതാ സമ്മേളനം നടത്തി. പരൂർ ശിവക്ഷേത്ര മൈതാനിയിൽ നടത്തിയ സമ്മേളനത്തിൽ യോഗക്ഷേമ സഭ സംസ്ഥാന IT കോർഡിനേറ്റർ ദിലീപ് കരുവാട് അധ്യക്ഷത വഹിച്ചു. ആത്മീയ പ്രഭാഷകൻ രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തി. ഹിന്ദു ഏകതാ സമ്മേളന രക്ഷാധികാരികളായ TP ഉണ്ണി, TV ജയരാജ്, മേനോൻ ഗോപാലസ്വാമി, പരൂർ മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ, മാന്യഗണ്ഡ് സംഘചാലക് PN മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ഗോവിന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മേൽശാന്തി ഗോപകുമാർ ഭട്ടതിരി സ്വാഗതവും ഹിന്ദു ഏകതാ സമിതി സംയോജക KM പ്രകാശൻ നന്ദിയും പറഞ്ഞു. NG വിനുകുമാർ, MM നിതിൽ, VK അനൂപ്, വിവേകാനന്ദൻ ആൽത്തറ, ശ്രീനി പരൂർ, പ്രകാശൻ അളവപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേനലിൽ കിളികൾക്ക് ദാഹജലം നൽകാനായി കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗം PP അഖിലിന്റെ നേതൃത്വത്തിൽ തണ്ണീർക്കുടം സ്ഥാപിച്ചു. വലിയടം വട്ടക്കായൽ പാലം, ചെറുതുരുത്തി, ഐനൂർ റോഡ് എന്നിവിടങ്ങളിലാണ് മൺപാത്രങ്ങളിൽ വെള്ളം സ്ഥാപിച്ചത്. തണ്ണീർക്കുടം സ്ഥാപിക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് മെമ്പറുമായ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPM ചെറുതുരുത്തി ബ്രാഞ്ച് സെക്രട്ടറി NK സതീശൻ, DYFI പഴഞ്ഞി മേഖല ജോയിന്റ് സെക്രട്ടറി CK സൂരജ്, TN രഞ്ജിത്ത്, ജിതിരാജ്, അനീഷ് TK, രാജൻ, രംഗീഷ്, വിഷ്ണു MP, അക്ഷയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,885 രൂപ, സ്വർണം പവന് 1,19,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചർമ്മം ചാലിശ്ശേരി ആലങ്ങാടൻ ദേവസി ഭാര്യ ലില്ലി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് ഔഗൻസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ബാബു, ഷാജു, ഷീജ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി അനുവദിച്ച 10 കോടി രൂപ നഷ്ടമായത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷം. പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ
നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദ്. പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവം ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ സമാപിച്ചു. ആയിരങ്ങളാണ് ഭഗവാന്റെ ആറാട്ടിനും കൊടിയിറക്കത്തിനും സാക്ഷ്യം വഹിച്ചത്. പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് സമ്പൂർണ്ണമായി നാമാവശേഷമാകില്ല. ഏപ്രിൽ 1 മുതൽ സമീപത്തുള്ള മറ്റൊരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കും. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ചേർന്ന വ്യാപാരികളുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.